നിങ്ങളെന്ത് ഇവിടെ കാവലിരിക്കുമെന്ന് അതിന് വേണ്ടി? സാർ ഒരു കാവലിരിക്കുമോ? ഇതെല്ലാം ഇവിടെ ചവിട്ടിപ്പൊളിച്ചത് നിങ്ങളുടെ കാവൽ. പാചകക്കാരനാണ്. ആ പാചകക്കാരൻ്റെ 500 രൂപ കാണാതെ പോയി. അതിന് ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയെ തലകീഴായി പാനിക്കൂടെ കെട്ടി തൂക്കിയിട്ട് അതിനെ ഒരുപാട് ഉപദ്രവിച്ചെന്നാ പറയുന്നത്. മനുഷ്യത്വം മരിച്ചു പോകുന്ന ഒരു ക്രൂരതയുടെ വാർത്തയാണ് കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്തുള്ള വെട്ടിത്തിട്ടയിൽ നിന്നും പുറത്തു വരുന്നത്. അറിവിന്റെ വെളിച്ചം തേടി മാതാപിതാക്കളുടെ തണലിൽ നിന്നും മാറി നിന്ന് പഠിക്കാനെത്തിയ 12 വയസ്സുകാരൻ അനുഭവിച്ച യാതനകൾ ഏതൊരു വ്യക്തിയുടെയും കണ്ണു നിറയ്ക്കുന്നത് കൂടിയാണ്. കേവലം 500 രൂപയുടെ പേരിൽ 6ാം ക്ലാസ്സുകാരനായ ഒരു പിഞ്ച് ബാലനെ സ്കൂൾ വാർഡനും പാചകക്കാരനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള വാർത്ത കേരളത്തെ ഒന്നടക്കം ഞെട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഈ സംഭവം സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നത്. സ്കൂളിലെ പാചകക്കാരൻ്റെ പണം നഷ്ടപ്പെട്ടു എന്ന് ആരോപിച്ചായിരുന്നു ഈ പീഡനത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. താൻ പണം എടുത്തിട്ടില്ല എന്ന് ആ കുഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞിട്ടും ആ നിഷ്കളങ്കമായ വാക്കുകൾ കേൾക്കാൻ അവിടെ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. വിശ്വസിൽപ്പിച്ച സ്ഥാപനത്തിലെ അധികൃതർ തന്നെ ആ കുട്ടിയെ ഒരു മുറിക്കുള്ളിൽ അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ടായി. അവിടെ വെച്ച് ആ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കിയാണ് അവർ ആ പിഞ്ചു ബാലനെ ശാരീരികമായി ഉപദ്രവിച്ചത്. ഒരു നിമിഷമൊന്നും ആലോചിച്ച് നോക്കൂ, തലകീഴായി തൂങ്ങിക്കിടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരം എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകും. താൻ പഠിക്കുന്ന വിദ്യാലയത്തിലെ മുറിക്കുള്ളിൽ വെച്ച് തന്നെ സംരക്ഷിക്കേണ്ടവരിൽ നിന്ന് തന്നെ ഇത്തരമൊരു ക്രൂരത ഏൽക്കേണ്ടി വരുമ്പോൾ ആ ബാലൻ എത്രത്തോളം പേടിച്ചിട്ടുണ്ടാകും, എത്രത്തോളം അലമുറയിട്ട് നിലവിളിച്ചിട്ടുണ്ടാകും. ആ നിലവിളികൾ ആ മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങിപ്പോയി എന്നത് നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തുന്ന ഒന്നുകൂടിയാണ്. മുതിർന്നവർക്ക് പോലും താങ്ങാനാവാത്ത ഇത്രയും വലിയൊരു ശാരീരിക പീഡനം ഒരു ചെറിയ കുട്ടിയുടെ മേൽ അഴിച്ചുവിടുമ്പോൾ അവരുടെ ഉള്ളിലെ കരുണ എവിടെ പോയി മറഞ്ഞു എന്ന് കൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു. മെയ് 1 നടന്ന ഈ പൈശാചിക സംഭവം പുറം ലോകം അറിയുന്നത് കുട്ടി വീട്ടിലെത്തി മാതാപിതാക്കളോട് വിവരം പറഞ്ഞപ്പോഴാണ്. അതും എങ്ങനെയെന്ന് ചോദിച്ചാൽ തിരിച്ച് ബോർഡിങ്ങിലേക്ക് പോകേണ്ട സാഹചര്യത്തിൽ കുട്ടി പോകാൻ വിസമ്മതം അറിയിക്കുകയും കുട്ടി പേടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മാതാപിതാക്കൾ ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് കുട്ടി നടുക്കുന്ന വിവരം തന്നെ പറയുന്നത്. മകൻ്റെ ശരീരത്തിലെ പാടുകളും അവൻ്റെ മുഖത്തെ പേടിയും കണ്ട ആ മാതാപിതാക്കളുടെ ഉള്ളെന്ന് പിടഞ്ഞു പോയിട്ടുണ്ട്. നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് ലക്ഷങ്ങൾ ഫീസായി നൽകി ബോർഡിംഗ് സ്കൂളിൽ അയച്ച തങ്ങളുടെ പൊന്നുമോന് ഇത്തരമൊരു ഗതി വന്നതിൽ അവർ തകർന്നു പോകുന്ന സാഹചര്യമുണ്ടായി. പണം പോയെങ്കിൽ അത് കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അന്വേഷിക്കുകയോ ചെയ്യുന്നതിനൊക്കെ പകരം സ്വന്തം കൈക്കരുത്ത് ആ കുഞ്ഞുകുട്ടിയുടെ മേൽ പ്രയോഗിക്കാൻ കാണിച്ച ആ മനോഭാവം ഭയാനകമാണ്, പേടിപ്പിക്കുന്നതാണ്. ഉടൻ തന്നെ കുട്ടിയുടെ പിതാവ് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. മെയ് 2-ാം തീയതി തന്നെ പോലീസ് വാർഡനെയും പാചകക്കാരനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകളും അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കർശനമായ കേസാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കുട്ടിയുടെ ശാരീരികമായ മുറിവുകൾ ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കുമായിരിക്കാം. എന്നാൽ അവൻ്റെ കുഞ്ഞു മനസ്സിലേറ്റ ആ വലിയ മുറിവ് എങ്ങനെ ഉണങ്ങുമെന്നുള്ളതാണ് ഇവിടെ ചോദ്യമായി ഉണ്ടാകുന്നത്. വിദ്യാലയത്തെയും അധ്യാപകരെയും ഇനി അവർ എങ്ങനെ വിശ്വസിക്കും? ഈ ക്രൂരമായ അനുഭവം ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ വല്ലാതെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. അതിനാൽ തന്നെ കുട്ടിക്ക് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം ലഭിക്കാൻ നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട്. ആ മുറിയിലെ ഫാനിൽ തലകീഴായി കിടന്ന ഓരോ നിമിഷവും അവനിലുണ്ടാക്കിയ ഭീതി ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ അവനെ വേട്ടയാടാനും സാധ്യതയുണ്ട്. മുതിർന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം പ്രവൃത്തികൾ ഒരു തലമുറയുടെ തന്നെ ആത്മവിശ്വാസം കൂടി തകർക്കുന്നവയാണ്. ഒരു പെന്തക്കോസ്ത് സഭയുടെ കീഴിലുള്ള ഈ വിദ്യാലയത്തിൽ ദൂരദിക്കുകളിൽ നിന്നുള്ള നിരവധി കുട്ടികളാണ് പഠിക്കുന്നത്. സുരക്ഷിതമായൊരിടമെന്ന് കരുതി മാതാപിതാക്കൾ മക്കളെ ഏൽപ്പിക്കുമ്പോൾ അവിടെ കാവൽ നിൽക്കുന്നവർ തന്നെ ഇങ്ങനെ പെരുമാറുന്നത് അങ്ങേയറ്റം വേദനാജനകം കൂടിയാണ്. പുനലൂരിനെ ഈ സംഭവം മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബോർഡിംഗ് സ്കൂളുകളിലും ഹോസ്റ്റലുകളിലും ഇത്തരം ക്രൂരതകൾ ആവർത്തിക്കപ്പെടുന്നത് വലിയൊരു ഭീതിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കായംകുളത്തും ചേറാനല്ലൂരും ആലപ്പുഴയിലുമൊക്കെ മുമ്പ് നടന്ന സംഭവങ്ങൾ നമ്മൾ മറന്നിട്ടുമില്ല. ഭിന്നശേഷിയുള്ള കുട്ടികളോട് പോലും കാടത്തം കാണിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വിദ്യാലയങ്ങൾ എന്നത് സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും ഇടങ്ങളായിരിക്കണം, അല്ലാതെ പേടി സ്വപ്നങ്ങൾ നൽകുന്ന തടവറകളാകരുത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത്തരം സ്ഥലങ്ങളിൽ ഇത്രയേറെ അരക്ഷിത അവസ്ഥ അനുഭവിക്കുന്നത് എന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ജീവനക്കാരെ നിയമിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം പരിശോധിക്കാത്തതും സ്കൂളുകളിൽ കൃത്യമായ മേൽനോട്ടം ഇല്ലാത്തതും കുട്ടികൾക്ക് പരാതി പറയാൻ അവസരമില്ലാത്തതുമാണ് ഇതിന് പ്രധാനമായ കാരണങ്ങളെന്ന് പറയുന്നത്. മാതാപിതാക്കൾ വലിയ പ്രതീക്ഷയോടെ കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുമ്പോൾ അവിടെയുള്ള ജീവനക്കാർക്ക് മതിയായ പരിശീലനം ലഭിക്കുന്നുണ്ടോ എന്നും ആരും അന്വേഷിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഒരു കുട്ടിയോട് എങ്ങനെ പെരുമാറണം, തെറ്റുകൾ ചെയ്താൽ അത് എങ്ങനെ തിരുത്തണം എന്നതിനെക്കുറിച്ചൊന്നും പലർക്കും ധാരണയില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. കായികമായി മർദ്ദനം കൊണ്ട് കുട്ടികളെ നന്നാക്കാമെന്നത് കരുതുന്നത് തികഞ്ഞ വിഡ്ഢിത്തം കൂടിയാണ്.
വിദ്യാലയങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും കൃത്യമായി കൗൺസിലിംഗ് നൽകണമെന്നും മാതാപിതാക്കളുമായി സ്ഥിരമായി ബന്ധം പുലർത്തണമെന്നും നാം ഇനിയെങ്കിലും ഉറപ്പാക്കേണ്ടതുണ്ട്. മാസത്തിലൊരിക്കലെങ്കിലും ചൈൽഡ് ലൈൻ പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റധികൃതരോ കുട്ടികളുമായി തനിയെ സംസാരിക്കാൻ അവസരമൊരുക്കുകയും വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇത്തരം പീഡനങ്ങൾ പുറത്തറിയിക്കുകയുള്ളൂ. പലപ്പോഴും കുട്ടികൾ പേടി കാരണം ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ പോലും പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. പുനലൂരിലെ ഈ കുഞ്ഞ് കാണിച്ച ധൈര്യമാണ് ഇത്തരമൊരു ഗൗരവകരമായ വിഷയം സമൂഹത്തിന് മുന്നിൽ തന്നെ എത്തിച്ചിരിക്കുന്നത്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് മറ്റ് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. മറ്റു കുട്ടികൾക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി അന്വേഷിക്കേണ്ടത് അത്യാവശ്യമായ കാര്യം കൂടിയാണ്. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വിശ്വസിച്ചേൽപ്പിക്കുന്നത് അവിടുത്തെ അധ്യാപകരിലും ജീവനക്കാരിലുമുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. ആ വിശ്വാസത്തെ വഞ്ചിക്കുന്നത് ഒരു കുറ്റകൃത്യത്തെക്കാൾ വലിയ പാപം കൂടിയാണ്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഓരോ സ്ഥാപനത്തിനും നിയമപരമായ ബാധ്യത കൂടിയുണ്ട്. പുനലൂരിലെ ഈ സംഭവം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കും നിയമനിർമ്മാണങ്ങൾക്കും വഴി തുറക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കുക കൂടി ചെയ്യാം. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ നിലവിൽ കർശനമായ നിയമങ്ങളെല്ലാം ഉണ്ടെങ്കിലും അവയുടെ പ്രയോഗത്തിൽ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. കുറ്റവാളികൾക്ക് അവർക്ക് അർഹമായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് അതൊരു പാഠമാവുകയുള്ളൂ. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് 1.5 വയസ്സ് 2.5 വയസ്സായ കുഞ്ഞ് മൂത്രമൊഴിച്ചു എന്നുള്ളത് മാത്രം ആ ഒരൊറ്റ കാരണം കൊണ്ട് കുഞ്ഞിൻ്റെ തുടയിടുക്കിൽ പൊള്ളിക്കുന്ന സാഹചര്യം ഉണ്ടായ വാർഡന്മാരുണ്ടായ അവസ്ഥയുണ്ട്. അതായത് അവിടുത്തെ പാചകക്കാരി അടക്കമുള്ള ആയമാരടക്കമുള്ളവർ കുഞ്ഞിൻ്റെ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് പൊള്ളിപ്പിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നു. ആ പിഞ്ച് കുഞ്ഞ് പിടഞ്ഞ് കരഞ്ഞത് നമ്മുടെ കൺമുന്നിലുള്ളതാണ്. ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. കുട്ടികൾ നമ്മുടെ നാടിൻ്റെ വെളിച്ചമാണ്. അവരുടെ ചിരി മാഞ്ഞു പോകാതെ നോക്കേണ്ടത് സമൂഹത്തിൻ്റെ ഓരോ അംഗത്തിൻ്റെയും ഉത്തരവാദിത്തം കൂടിയാണ്. പുനലൂരിലെ ഈ കുഞ്ഞിന് നേരിട്ട ദുരനുഭവം ഇനി ഒരു കുട്ടിക്ക് പോലും ഉണ്ടാകരുത്. വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലുള്ള ഓരോ ഹോസ്റ്റലുകളിലും മിന്നൽ പരിശോധനകൾ നടത്തിയേ മതിയാകൂ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾ ലൈസൻസ് റദ്ദാക്കാൻ അധികൃതർ മടിയും കാണിക്കരുത്. മാനസികമായ കരുത്തും ശാരീരികമായ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. ആ മാതാപിതാക്കളുടെ വേദനയിലും നമ്മൾ പങ്കുചേരേണ്ടതുണ്ട്. അവരുടെ മകൻ അനുഭവിച്ച ഓരോ തുള്ളി കണ്ണുനീരിനും നീതി ലഭിച്ചേ മതിയാകൂ. ആ കുട്ടിക്ക് തൻ്റെ ഭയങ്ങളെ അതിജീവിച്ച് വീണ്ടും പുഞ്ചിരിയോടെ അക്ഷരമുറ്റത്തേക്ക് തിരികെ വരാൻ കഴിയട്ടെ എന്ന് കൂടി ഈ സമയത്ത് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ലോകത്ത് നമ്മുടെ മക്കൾ വളരട്ടെ എന്നാണ് ഇവിടെ പറയാനുള്ളത്. ഇത്തരം ക്രൂരതകൾക്കെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയും വേണം. ഒരു കുഞ്ഞിൻ്റെയും ബാല്യം തടവറകളിൽ അവസാനിക്കാൻ പാടില്ല. ജാഗ്രതയോടെ നമുക്ക് ഒരുമിച്ച് നിൽക്കുകയും വേണം. നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതമായ നാളേക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്നേ മതിയാകൂ. നിയമം അതിൻ്റെ ഏറ്റവും കഠിനമായ രീതിയിൽ തന്നെ ഇത്തരം കുറ്റവാളികളെ നേരിടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇത്തരം പ്രവണതകൾ എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട്. ആ 12-കാരൻ്റെ നിസ്സഹായത ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഹോസ്റ്റലിലെ നടത്തിപ്പുകാർ തന്നെ മറുപടിയുമായി വന്നിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. വിഷയം എന്ന് പറഞ്ഞാൽ 30-ാം തീയതി വൈകിട്ട് നടന്ന സംഭവമാണിത്. ലൈജു എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് അവിടെ കുക്കിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇച്ചിരി മദ്യപിക്കുന്ന ആളാണ്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് അയാളെ ഈ വെക്കേഷൻ ആകുമ്പോൾ നമ്മൾ മാറ്റാനൊക്കെ ഉണ്ടെന്ന നിലയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുത്തെ ഇൻചാർജായിരുന്നു കുക്കിങ്ങിന്റെ കാര്യത്തില്. അപ്പം 30-ാം തീയതി അദ്ദേഹം രാവിലെ അവിടുന്ന് പോകേണ്ടതാണ്. എന്നാല് അദ്ദേഹത്തെ കൊണ്ടുവിട്ട പാസ്റ്റും അവരുടെ കുടുംബം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പൊ താമസിക്കാൻ വീടില്ല, അവരുടെ ആരുടെ ഒരു വീട് റിപ്പയർ ചെയ്യുകയാണ്, അതുകൊണ്ട് ഒരു 10-15 ദിവസം കൂടെ അവിടെ താമസിക്കാൻ അനുവദിക്കണമെന്ന് പറയുന്നത് താമസിക്കുകയാണ്. അപ്പം ഇവന്റെ ആ ജോലിയിൽ നിന്ന് ഇവൻ ഓൾറെഡി ഔട്ടാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. പക്ഷെ ഇവന് ഈ ജോലിയിൽ നിന്ന് നഷ്ടപ്പെടുന്നോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവന് ഈ പിള്ളേരെ വിളിച്ച് ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവന്റെ 500 രൂപ കാണാതെ പോയെന്നും പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യുകയും വിരട്ടാൻ വേണ്ടി കാലെ കെട്ടി എന്നാ പറയുന്നത്. അപ്പം വൈകിട്ട് 6:45 ഈ കാര്യം സംഭവിച്ചെങ്കിലും പിള്ളേർ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അവിടുത്തെ സ്റ്റാഫിനോടോ എന്നോടോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് അവിടെ സംഭവിക്കുകയോ പിള്ളേരെ കരച്ചിൽ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല. കൂടെയുള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വിരട്ടിയെന്നാണ് ആ പിള്ളേർ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് കുട്ടികളെ അവധിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അപ്പൻ വന്നു. ഈ സംഭവം കഴിഞ്ഞ് പിള്ളേർ ഫുഡൊക്കെ കഴിച്ച് വൈകിട്ടത്തെ ഫുഡ് 7 മണിക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് 7 മണി കഴിഞ്ഞപ്പോഴേ അപ്പം വന്നു. അപ്പൻ്റെ കൂടെ പോയി. അവിടെ ഇരുന്ന സ്റ്റാഫൊന്നും ഈ കാര്യങ്ങൾ ഇങ്ങനെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞാണ് ഈ വിവരം ഇങ്ങനെ കേസായെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഇന്നപോലൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഇവിടെ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ഇത്രയും മനസ്സിലാക്കി. ഇല്ല, അതിനപ്പുറം ഒന്നും ഇന്നത്തെ കാര്യങ്ങൾ നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ കെട്ടി തൂക്കിയൊന്നുമില്ല. ഇങ്ങനെ ഇവൻ വിരട്ടി അവിടെ നിൽക്കുന്നുള്ള പിള്ളേരെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു സംഭവമായിട്ട് പിള്ളേർ പേടിക്കത്തക്ക നല്ലത്. പിള്ളേർക്കൊരു ഭയം ഉണ്ടായി. അതാണ് അപ്പനോട് റിപ്പോർട്ട് ചെയ്തത്. പിന്നെ അവര് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഈ നിലയിലായി. പിന്നെ കേസ് കൊടുത്ത് ഈ നിലയിലായി എന്നുള്ളതാണ് കാര്യം. എന്താണ് സ്ഥാപനം?
നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഡീം വാട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി എന്ന് പറയുന്നൊരു ബൈബിൾ കോളേജ് ഉണ്ട്. അവിടെ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് 2005. അപ്പൊ അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഹോം അവിടെ നമ്മൾ CWCയുടെ പെർമിഷനോടുകൂടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കാനും കാര്യങ്ങളും ഒക്കെ ആളുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനൊരു സംഭവം ഇതിനകത്തുണ്ടായി. കുട്ടികളെ പഠിപ്പിച്ച് ആരുമില്ലാത്ത കുട്ടികളും നിവൃത്തിയില്ലാത്ത പിള്ളേരും അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മളിപ്പം 15 വർഷമായിട്ട് ഇങ്ങനെ ഈ സ്ഥാപനം നടത്തുന്ന ഇങ്ങനൊരു പരാതിയായിട്ട് സ്റ്റേഷനിൽ വരേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇവിടെ കുറെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇങ്ങനെയുള്ള റൂമുകളിലൊക്കെ സ്വാഭാവികമായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഒത്തിരി കെയർഫുൾ ആയിട്ടാണ് ചെയ്ത് അവിടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ വേണ്ടി CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ സമയത്ത് അത് ക്യാമറ ആയതുകൊണ്ട് പിക്ചർ എടുത്ത് നമുക്ക് ഉടനെ എന്റെ മൊബൈലിൽ വരും. ഞാൻ ശ്രദ്ധിക്കാറുള്ള പല കാര്യങ്ങളും. വീട്ടിൽ അന്നേ പറഞ്ഞു വിട്ടതാ. പിന്നെ ഈ പുള്ളി ചോദിച്ച് താമസിച്ചോട്ടെ എന്ന് പറഞ്ഞ് വീട് റിപ്പയർ ചെയ്യുന്ന ഒരു മാനുഷിക പരിഗണനയിൽ നമ്മൾ അവിടെ നിർത്തിയതാണ്. ദൈവത്തിന്റെ പാസ്റ്റും മറ്റുള്ളവരും കൊണ്ടുവിട്ടവരൊക്കെ റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിർത്തിയത്. അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മാനുഷിക പരിഗണനകൾ ഈ കാര്യത്തിൽ ഉണ്ടായത്. പക്ഷെ നമ്മൾ ഇങ്ങനൊരു കാര്യം സംഭവിക്കുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ലൈജു. നമ്മളെ ഇതിന്റെ ആരാണ്? ഞാൻ എന്റെ ഡയറക്ടറാണ്. എന്റെ പേര് പ്രിൻസ്. കുട്ടികളെ പുറത്തു കൊണ്ടുപോകാനാണ് നിങ്ങൾ അറിഞ്ഞിട്ടാണ്? പുറത്തു കൊണ്ടുപോയി മർദ്ദിക്കുന്നതാണോ അവിടെ? അല്ലല്ല, അവിടെ വെച്ച് തന്നെ. മർദ്ദിച്ചൊന്നുമില്ല, അങ്ങനെ മർദ്ദിച്ചിട്ടൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒന്ന് വരട്ടാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു. ഈ ഒരു സംഭവം അങ്ങനെ ചെയ്യേണ്ട രീതി അല്ല കാര്യങ്ങൾ. ഇങ്ങനൊരു കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ റിപ്പോർട്ട് ചെയ്യാണ് അവര് സ്റ്റാഫ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ കുട്ടികളോ ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്തില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞ് മാതാപിതാക്കളോട് അങ്ങ് പോയി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനോ അറിയാനോ ഒന്നും ഒരു സംഭവം കിട്ടിയിട്ടില്ല.